മനോരമ ഗംഭീരമായൊരു കണ്ടെത്തൽ നടത്തിയിരിക്കുന്നു. എന്താണ് ആ കണ്ടെത്തൽ? കേരളത്തിന് സാമ്പത്തിക അച്ചടക്കമില്ല. 2025 ഡിസംബർ 30 കൈവിട്ടുപോകുന്ന സാമ്പത്തിക സ്ഥിതി എന്ന പേരിൽ മനോരമയിൽ എഡിറ്റോറിയലിലെ കണ്ടെത്തലാണിത്. എന്തുകൊണ്ടാണ് കേരളത്തിന് സാമ്പത്തിക അച്ചടക്കമില്ലാത്തത് എന്നും പറയുന്നുണ്ട്. കേന്ദ്രം കേരളത്തിന്റെ കടമെടുപ്പ് പരിധി വെട്ടിക്കുറയ്ക്കുകയാണ്. അതുകൊണ്ട് കേരളം സാമ്പത്തിക അച്ചടക്കം പാലിക്കണം. എന്താണ് ഈ സാമ്പത്തിക അച്ചടക്കമെന്നും? ജനക്ഷേമകരമായ പദ്ധതികൾ പ്രഖ്യാപിക്കരുത്, അവശ പിന്നാക്ക വിഭാഗത്തിൽ ഉൾപ്പെടുന്ന മനുഷ്യർക്ക് അർഹമായ സഹായങ്ങൾ ഒന്നും നൽകരുത് എന്നിവയൊക്കെയാണത്. അതേ എഡിറ്റോറിയലിന്റെ അവസാന ഭാഗത്ത് മറ്റൊരു കാര്യം കൂടി മനോരമ പറയുന്നുണ്ട്. കേന്ദ്രത്തിന്റെ ഗ്രാന്റുകൾ ലഭിക്കുന്നില്ല എന്ന വസ്തുത. ബജറ്റ് കണക്കനുസരിച്ച് 13,076 കോടി രൂപയാണ് ഗ്രാന്റായി ലഭിക്കേണ്ടതെന്നും ഇതുവരെ അതിന്റെ 16.13% 2,109 രൂപ മാത്രമേ കിട്ടിയിട്ടുള്ളൂ എന്നും മനോരമ പറയുന്നുണ്ട്. പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് അർഹിക്കുന്ന നികുതി വിഹിതം നൽകാതെ ഇരിക്കുകയും പണം നൽകാതെയിരിക്കാൻ എന്തു കുറുക്കുവഴികളും സ്വീകരിക്കുകയും ചെയ്യുന്ന കേന്ദ്ര സർക്കാരിനെതിരെ പക്ഷേ ഒരു വാക്കുരിയാടാൻ മനോരമ തയ്യാറായിട്ടില്ല എന്നതും പ്രത്യേകം ശ്രദ്ധിക്കണം. ഭരണഘടനയിൽ ഫെഡറലിസം എന്ന വാക്ക് തന്നെയില്ല എന്ന രീതിയിൽ പെരുമാറുന്ന കേന്ദ്രത്തിന്റെ നിലപാട് മനോരമയ്ക്ക് ഒരിടത്തും പ്രശ്നമല്ല. പിന്നെ മനോരമയുടെ വക പ്രത്യേക ഒരു ഉപദേശം കൂടിയുണ്ട്. സ്വന്തം നിലയ്ക്ക് വരുമാനം വർദ്ധിപ്പിക്കാതെ കേരളത്തിന് ഈ സാമ്പത്തിക കുരുക്കിൽ നിന്ന് രക്ഷയില്ലെന്ന്. അല്ല മനോരമേ, അപ്പോ വർഷങ്ങളായി കേന്ദ്രം ഏർപ്പെടുത്തിയ ഈ അപ്രഖ്യാപിത സാമ്പത്തിക ഉപരോധത്തെ മറികടന്ന് എങ്ങനെയാണ് കേരളത്തിൽ LDF സർക്കാർ ജനക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തിയത്? മനോരമയ്ക്കറിയില്ലെങ്കിൽ കേരളത്തിന്റെ വരുമാന വർധനവിനെ പറ്റിയുള്ള കണക്കുകൾ പറഞ്ഞു തരാം. UDF അധികാരത്തിലേറിയ 2011-12 വർഷത്തെ തനത് നികുതി വരുമാനം എന്ന് പറയുന്നത് 25,718 കോടിയായിരുന്നു. ആദ്യ LDF സർക്കാർ അധികാരത്തിലെത്തിയ 2016-17 കാലഘട്ടത്തിൽ അത് 2,176 കോടിയായി ഉയർന്നു. പിന്നീട് LDF സർക്കാർ വരുമാന വർധന ലക്ഷ്യമിട്ട് സ്വീകരിച്ച നടപടികളിലൂടെ അത് വർദ്ധിച്ചു. 2024-25 81,627 കോടി രൂപയായി കേരളത്തിന്റെ തനതു നികുതി വരുമാനം വർദ്ധിച്ചു. കേരളത്തെ സാമ്പത്തികമായി മുറുക്കാനുള്ള കേന്ദ്രത്തിന്റെ നടപടികളെപ്പറ്റി ഒരക്ഷരം മിണ്ടാതെ കേരളം അതനുസരിച്ച് പെരുമാറണമെന്ന പ്രത്യേകതരം സിദ്ധാന്തമാണ് മനോരമയുടെ കണ്ടെത്തൽ. സർക്കാർ നടത്തിയ പ്രഖ്യാപനങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി കേന്ദ്രത്തിന്റെ തിട്ടൂരങ്ങൾക്ക് വഴങ്ങണമെന്നും മനോരമ പറയാതെ പറയുന്നുണ്ട്. നടക്കാൻ പറഞ്ഞാൽ ഇഴയുന്ന ശീലം മനോരമയ്ക്കാണുള്ളത് എന്നല്ലാതെ ഇതിലെന്തു പറയാൻ?